നെക്സ്റ്റ് ഈസ് മോഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. ശ്രദ്ധിച്ചിരിക്കണം, ഇപ്പോൾ കുറേ മാസുകളുണ്ട്. M1 M2 M3 എന്നൊക്കെ പറഞ്ഞ് കുറേ മാസുകളുണ്ട്. M1 M2 M3 എക്സിട്ര എക്സിട്ര, ഇങ്ങനെ കുറേ മാസുകൾ ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇതിനൊരു സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവും. ഇതിൻ്റെ കണക്റ്റഡ് ഫ്രെയിമൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇതിനെന്തുണ്ട്? ഒരു സെൻറ്റർ ഓഫ് മാസ് ഉണ്ട്. അത് കാണുന്നത് എങ്ങനെയാണ് നമുക്കറിയാം, ഒരു പൊസിഷനാണത്. ഈ M1 M2 M3 M4 എക്സിട്ര ഈ മാസുകളെല്ലാം ഫിക്സഡ് ആണ്. മൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സെൻറ്റർ ഓഫ് മാസും ഫിക്സഡ് ആണ്. സെൻറ്റർ ഓഫ് മാസ് മാറില്ല. ശരിയല്ലേ? ഇനി M1 M2 M3 M4 ഇവരെല്ലാവരും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും കൂടി മൂവ് ചെയ്യുകയാണ്. പല പല ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷനും അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ശരിയല്ലേ? അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം, സെൻറ്റർ ഓഫ് മാസ് കാണാനായിട്ടുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഒരു വെക്റ്റർ ഫോമിൽ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണാൻ പോകുന്നത് സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റിയും ആക്സലറേഷനുമാണ്. ഈ ഓരോ ഇൻഡിവിജ്വൽ മാസുകൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് സെൻറ്റർ ഓഫ് മാസിന് എന്ത് വെലോസിറ്റി ഉണ്ടാവും അല്ലെങ്കിൽ എന്ത് ആക്സലറേഷൻ ഉണ്ടാവും, അതാണ് കാണാൻ പോകുന്നത്. അതിൻ്റെ ഡെറിവേഷൻ പറഞ്ഞുതരാം. അപ്പോൾ അത് വെക്ടറായിട്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്റ്റർ, അതായത് ഒറിജിനിൽ നിന്ന് സെൻറ്റർ ഓഫ് മാസിലോട്ട് വരയ്ക്കുന്ന വെക്റ്റർ, നമ്മളത് വെക്റ്റർ ആർ എന്നാണല്ലോ എഴുതുന്നത്. ഒറിജിനിൽ നിന്ന് സെൻറ്റർ ഓഫ് മാസിലോട്ട് ഒരു വെക്റ്റർ വരയ്ക്കും, നമ്മളതിനെ വെക്റ്റർ ആർ എന്നാണ് ഡിനോട്ട് ചെയ്യുക. അതുപോലെ ഓരോ മാസിനും അതേപോലെ പൊസിഷൻ വെക്റ്റർ ഉണ്ട്. M1 ഒറിജിനിൽ നിന്ന് വരയ്ക്കുന്ന വെക്റ്റർ R1, നമ്മളിത് മുമ്പ് പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. M2 ഒറിജിനിൽ നിന്ന് M2ലോട്ട് വരയ്ക്കുന്ന വെക്റ്റർ R2, M3 ഒറിജിനിൽ നിന്ന് വരയ്ക്കുന്ന വെക്റ്റർ R3, M4 അങ്ങനെ കുറേ ഉണ്ട്. ഇപ്പം ഞാൻ ഒരുപാടൊന്നും ഇപ്പോൾ കാണിക്കണില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ, പൊസിഷൻ വെക്റ്റർ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് എന്തെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓർത്ത് നോക്കിയേ, M1 × R1 പ്ലസ് M2 × R2 പ്ലസ് M3 × R3 എക്സിട്ര. ഇനി മാസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഇതേപോലെ ചെയ്യുക. ഓൾ ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് M3 പ്ലസ് എക്സിട്ര. നമ്മൾ പഠിച്ച കാര്യമാണ്. അതിൽ ആ M1 പ്ലസ് M2 പ്ലസ് M3നെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ M എന്ന് എഴുതാം. കാരണം M1 പ്ലസ് M2 പ്ലസ് M3 എന്ന് പറയുമ്പോൾ ടോട്ടൽ മാസ് ആയല്ലോ, അതുകൊണ്ട് നമുക്കതിനെ ക്യാപിറ്റൽ ലെറ്റർ M എന്ന് എഴുതാം. ഞാനിതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോട്ടെ. ഇത് രണ്ടും തമ്മിൽ ക്രോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ M1 പ്ലസ് M2 പ്ലസ് M3 ഡിനോട്ട് ബൈ ക്യാപിറ്റൽ ലെറ്റർ M കേട്ടോ. ടോട്ടൽ മാസ് ക്യാപിറ്റൽ ലെറ്റർ M × R. ഇവിടെ എഴുതി വെക്കാൻ ഞാൻ വേണമെങ്കിൽ M1 പ്ലസ് M2 പ്ലസ് M3 പ്ലസ് എക്സിട്ര ഈസ് ക്യാപിറ്റൽ ലെറ്റർ M. ടോട്ടൽ മാസാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും കൂടി മനസ്സിലായല്ലോ. നമ്മളൊരു സിസ്റ്റമാണ്, നമ്മുടെ കയ്യിൽ സിസ്റ്റം ഓഫ് മാസസ് ആണുള്ളത്. അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്, ആ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെൻറ്റർ ഓഫ് മാസ് അവിടെ തന്നെ കിടക്കും. ഇതാണ് നമ്മളെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ. M1 M2 M3 M4 അങ്ങനെ കുറേ ഉണ്ട്. ഞാനിപ്പോൾ തൽക്കാലം 3 കാണിച്ചിട്ടുള്ളൂ. ഈ ഓരോ പോയിൻറ്റ് മാസുകളും മൂവ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ സെൻറ്റർ ഓഫ് മാസും അവിടെ അനങ്ങാതിരിക്കും. ഓരോ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും. ഇവിടെ M1 പ്ലസ് M2 പ്ലസ് M3 പ്ലസ് എക്സിട്ര എന്ന് പറയുമ്പോൾ ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം. ഞാൻ ഇതിങ്ങനെ ക്രോസ് ചെയ്തു. അപ്പോൾ എന്ത് വരും? ക്യാപിറ്റൽ ലെറ്റർ M × R എന്ന് പറഞ്ഞാൽ M1 × R1 പ്ലസ് M2 × R2 പ്ലസ് M3 × R3 എക്സിട്ര. മാത്സിൽ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് ഉണ്ട്, അതറിയാമോ? അതറിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, എല്ലാ സൈഡിലും ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മനസ്സിലായല്ലോ? ഒരു ചെറിയൊരു ടൈം, ഇതെല്ലാം പൊസിഷനാണ് അല്ലേ? ഇതെല്ലാം എന്താണ്? പൊസിഷനാണ്, അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ഒറിജിനാണ്. അപ്പോൾ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞ സംഭവം അറിയില്ലെങ്കിൽ സിമ്പിൾ ഇതിലായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓരോരുത്തരെയും ഞാൻ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ചെറിയൊരു ടൈം ഇൻ്റർവെല്ലിൽ എല്ലാവരും മൂവ് ചെയ്തു. ചെറിയൊരു ടൈം ഇൻ്റർവെല്ലിൽ എല്ലാ മാസും ടി എന്ന് പറഞ്ഞ വളരെ ചെറിയൊരു ടൈം ഇൻ്റർവെല്ലിൽ M1 M2 M3 എല്ലാവരും മൂവ് ചെയ്തു വിചാരിക്കുക. എല്ലാ സൈഡിലും ഞാൻ ടി കൊണ്ട് ഡിവൈഡ് ചെയ്തു.
ഓക്കെ ആണല്ലോ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എം ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ ടൈമായി മാറും ലെഫ്റ്റ് സൈഡിൽ അല്ലേ, ശരിയല്ലേ? ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് ബൈ ടൈമിനെ നമ്മൾ വെലോസിറ്റി എന്ന് പറയും. ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. അപ്പോൾ റൈറ്റ് സൈഡിൽ ഡിസ്റ്റൻസ് ബൈ ടൈം m1 ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുമ്പോൾ r1/t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ മാസിൻ്റെ വെലോസിറ്റി m1 ഇൻറ്റു v1 പ്ലസ് r2/t എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മാസിൻ്റെ വെലോസിറ്റി m2 v2 പ്ലസ് m3 v3 എക്സിട്ര ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇത് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടിയും സിമ്പിളാക്കി എഴുതാം, പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് അറിയാമോ? സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ്. ഓരോ ഇൻഡിവിജ്വൽ മാസും മൂവ് ചെയ്യുന്നതിനനുസരിച്ച് സെൻറ്റർ ഓഫ് മാസ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം സെൻറ്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി ഈ ക്യാപിറ്റൽ വേണമെങ്കിൽ നമുക്കിനി അങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി ക്യാപിറ്റൽ വി എന്ന് പറയുമ്പോൾ m1 v1 പ്ലസ് m2 v2 പ്ലസ് m3 v3 പ്ലസ് എക്സിട്ര ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ m1 പ്ലസ് m2 പ്ലസ് m3 എന്ന് വേണമെങ്കിൽ എഴുതാം. പഴയ പോലെ ആക്കാം, കുഴപ്പമില്ല. ക്യാപിറ്റൽ അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡ് ബൈ m ആവും. പഴയ പോലെ ആക്കുകയാണെങ്കിൽ m1 പ്ലസ് m2 പ്ലസ് m3 പ്ലസ് എക്സിട്ര എന്ന് എഴുതാം. ഈ ഫോർമുല അറിഞ്ഞിരിക്കണം, ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഓരോ മാസസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. v1 v2 v3 എന്ന് പറഞ്ഞ വെലോസിറ്റിയിൽ ഓരോ മാസം മൂവ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെൻറ്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വെലോസിറ്റി, സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി കാണാനുള്ള ഫോർമുലയാണിത്. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് വേറൊരു പ്രധാനപ്പെട്ട കാര്യം കിട്ടുന്നത്, മാസിൻ്റെ വെലോസിറ്റീനെ നമ്മൾ മൊമെൻ്റം എന്ന് പറയാറില്ലേ അല്ലേ? മൊമെൻ്റം ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. മാസിൻ്റെ വെലോസിറ്റീനെ മൊമെൻ്റം എന്ന് പറയും. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ദ എൻറ്റയർ മാസ് ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ് ഹിയർ എന്നാണല്ലോ നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്. സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എല്ലാ മാസും ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ക്യാപിറ്റൽ എം ഇൻറ്റു വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൊമെൻറ്റം അല്ലേ? ടോട്ടൽ മൊമെൻറ്റം, മൊമെൻറ്റം ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ക്യാപിറ്റൽ പി എന്ന് എഴുതാം അല്ല നമുക്കതിനെ. അതായത് മാസിൻ്റെ വെലോസിറ്റി മൊമെൻ്റം ആണെന്ന് പഠിച്ചിട്ടില്ലേ? അപ്പോൾ ടോട്ടൽ മാസ് അല്ലേ, ടോട്ടൽ മാസ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻ്റം ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് നമുക്ക് പറയാം. ഈക്വൽ ടു m1 v1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? m1 v1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ മാസിൻ്റെ മൊമെൻ്റം. m1 v1 എന്ന് പറഞ്ഞ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നത് കൊണ്ട് m1 v1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മാസിൻ്റെ മൊമെൻ്റം പ്ലസ് m2 v2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മാസിൻ്റെ മൊമെൻ്റം. അങ്ങനെ ഓരോ മാസിൻ്റെ മൊമെൻ്റം ആഡ് ചെയ്ത് പോയാൽ എന്ത് കിട്ടും? ആ സെൻറ്റർ ഓഫ് മാസ് മൂവ് ചെയ്യാണ്. സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ എല്ലാ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ മൊമെൻ്റം കണ്ടുപിടിക്കാനായുള്ള ഫോർമുല ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതാം. ഡെറിവേഷൻ ചോദിക്കുമ്പോൾ ഈ സ്റ്റെപ്പുകൾ. ഇപ്പോൾ മൊമെൻ്റം ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് കാണാനായിട്ട് ഇറ്റ് ഈസ് ദ വെക്റ്റർ സം ഓഫ് ദ മൊമെൻ്റം ഓഫ് ഈച്ച് മാസസ്. ഇനി അടുത്തത്, എല്ലാവരും ആക്സലറേറ്റഡ് മോഷനിലാണെന്ന് വിചാരിക്കുക. എല്ലാവരും എന്താണ്? ആക്സലറേറ്റഡ് മോഷനാണ്. m1 ഒരു ആക്സലറേഷൻ ഉണ്ട്, m2 m3 ഒക്കെ ആക്സലറേഷൻ ഉണ്ട്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസും ഒരു ആക്സലറേഷനിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറൻസിയേഷനാണ് ശരിക്കും ചെയ്യേണ്ടത്, എന്നാലും സിമ്പിളാക്കി പറയാൻ വേണ്ടിയാണ്. എല്ലാ സൈഡിലും ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ വെലോസിറ്റി ബൈ ടൈം ആക്സലറേഷൻ ആണല്ലോ. വെലോസിറ്റി ബൈ ടൈം എന്താണ്? ആക്സലറേഷൻ ആണല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ചെറിയൊരു ടൈം ഡിഫറൻസ് എന്ന് കരുതിയാൽ മതി. അപ്പോൾ അവിടെ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എം ഇൻറ്റു വി ബൈ ടി ആക്സലറേഷൻ. നമ്മൾ ക്യാപിറ്റലാണ് ഉപയോഗിക്കുക. ക്യാപിറ്റൽ വി എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റിയാണ്. ക്യാപിറ്റൽ വി എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റിയാണ്. അത് ബൈ വെരി സ്മോൾ ടൈം ഇൻ്റർവെൽ ചെയ്താൽ ആക്സലറേഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് കിട്ടും.
റൈറ്റ് സൈഡിൽ v1/t ചെയ്ത് കഴിഞ്ഞാൽ ആക്സലറേഷൻ ഓഫ് ദ ഫസ്റ്റ് മാസ്സായി. അപ്പോൾ m1 എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഓഫ് ദ ഫസ്റ്റ് മാസ് പ്ലസ് m2 ഇൻറ്റു v2/t ചെയ്ത് കഴിഞ്ഞാൽ ആക്സലറേഷൻ ഓഫ് ദ സെക്കൻഡ് മാസ് m3 a3 എക്സിട്ര എന്ന് കിട്ടും. നമുക്കപ്പോൾ ആക്സലറേഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ്, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മറക്കണ്ട, ആക്സലറേഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ക്യാപിറ്റൽ എം റൈറ്റ് സൈഡിലോട്ട് എടുത്താൽ മതി. അപ്പോൾ എന്ത് വരും? m1 പ്ലസ് m2 a2 പ്ലസ് m3 a3 എക്സിട്ര ഓൾ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എം. ക്യാപിറ്റൽ എം അങ്ങോട്ട്, ക്യാപിറ്റൽ എമ്മിന് വേണമെങ്കിൽ പഴയ പോലെ തന്നെ എഴുതാം, m1 പ്ലസ് m2 പ്ലസ് m3 പ്ലസ് എക്സിട്ര. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ മാസസും ആക്സലറേറ്റഡ് മോഷനിലാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസും ആക്സലറേറ്റഡ് മോഷനിലായിരിക്കും. ആ സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സലറേഷൻ കാണാനായിട്ട് ഈ ഫോർമുല ഉപയോഗിക്കാം. ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, വേറൊരു രീതിയിൽ എഴുതാം. m ഇൻറ്റു a, മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് അല്ലേ? മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സാണ്. m1 a1 റൈറ്റ് ഹാൻഡ് സൈഡ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. m1 a1 എന്ന് പറഞ്ഞാൽ m1 എന്ന് പറഞ്ഞാൽ m1 ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. കാരണം m1 a1 എന്ന് പറഞ്ഞാൽ ആക്സലറേഷനിൽ മൂവ് ചെയ്യുകയാണല്ലോ അല്ലേ? അപ്പോൾ m1 a1 എന്ന് പറഞ്ഞാൽ m1 എന്ന് പറഞ്ഞാൽ പോയിൻ്റ് മാസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. നമുക്കതിനെ f1 എന്ന് പേര് കൊടുക്കാം. m1 a1 എന്ന് പറഞ്ഞാൽ m1 എന്ന് പറഞ്ഞാൽ മാസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്തപ്പോൾ m1 എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് f1. m2 a2 എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ, m2 ഇൻറ്റു a2 എന്ന് പറഞ്ഞാൽ m2 എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. m3 a3 എന്ന് പറഞ്ഞാൽ m3 എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഫോഴ്സ് കിട്ടും. ക്യാപിറ്റൽ m ഇൻറ്റു a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാപിറ്റൽ m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മാസാണ്. ക്യാപിറ്റൽ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റം മൂവ് ചെയ്യുന്ന ആക്സലറേഷൻ, അഥവാ സെൻറ്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്ന ആക്സലറേഷൻ, അതാണ് ക്യാപിറ്റൽ a. ക്യാപിറ്റൽ m എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മാസും, ക്യാപിറ്റൽ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൻ്റെ ആക്സലറേഷൻ, ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്ന ആക്സലറേഷൻ. അതാണ് നമ്മൾ എക്സ്റ്റേണലി കൊടുത്ത ഫോഴ്സ്. പുറത്തുനിന്ന് തട്ടിയപ്പോൾ ഓരോ മാസിലും ഓരോ ഫോഴ്സുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ എക്സ്റ്റേണലി പ്രൊവൈഡ് ചെയ്ത ഫോഴ്സ്, അല്ലെങ്കിൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സെൻറ്റർ ഓഫ് മാസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സെൻറ്റർ ഓഫ് മാസ് ഓർ ദ ഫോഴ്സ്, ദ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതും ബൈ ഹാർട്ടാക്കി വെക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ.